നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറാകും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പയ്യന്നൂരിൽ സ്കൂട്ടറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചൊരു മരണം. മരിച്ചത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരി എം ഗ്രീഷ്മ. ചരിത്ര നഗരമായ തലശ്ശേരിയുടെ 64ാം ചെയർമാൻ സ്ഥാനത്തേക്ക് കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ ചന്ദ്രശേഖരൻ ചെള്ളക്കര വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറാകും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിരയുടെയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ശ്രീജ മഠത്തിലിന്റെയും പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പി ഇന്ദിരയെ മേയറായി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തകർപ്പൻ വിജയമാണ് കണ്ണൂരിൽ UDF നേടിയത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്തു വന്നു. കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തളങ്ങളിൽ പോലും നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷക്കപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടി. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ് ആ തീരുമാനം. നിലവിൽ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിരയുടെയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ശ്രീജ മഠത്തിലിന്റെയും പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പി ഇന്ദിരയെ മേയറായി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലാണ് ആദ്യമായി കോൺഗ്രസ് മേയറെ പ്രഖ്യാപിക്കുന്നത്. KC വേണുഗോപാൽ, K സുധാകരൻ എന്നിവരുടെ പിന്തുണ പി ഇന്ദിരയ്ക്കായിരുന്നു. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർ മത്സരിച്ച പയ്യാമ്പലത്ത് നിന്ന് 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്ദിര ജയിച്ചത്. അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ മേയറാകുന്നത് ഏകകണ്ഠമായ തീരുമാനത്തിന് ശേഷമാണെന്ന് K സുധാകരൻ MP പറഞ്ഞു. മേയർ പദവി പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്നും UDF ഒറ്റക്കെട്ടായി കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്നും പി ഇന്ദിര പറഞ്ഞു. എനിക്ക് പാർട്ടി കാലാകാലങ്ങളിൽ ഇന്ന് വരെ KSU മുതൽ ഇവിടം വരെ എല്ലാ അംഗീകാരവും തന്നിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. ആ വളർച്ചയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണ്. അതിൻ്റെ ഇതിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായി നിൽക്കുന്നത്. ഇപ്പോൾ മേയർ പദവിയിലെത്തിയതും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരം. KSUവിൽ പ്രവർത്തിക്കുന്ന കാലത്ത് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ അട്ടിമറി ജയത്തിലൂടെ പി ഇന്ദിര ചെയർപേഴ്സണായിരുന്നു. കണ്ണൂർ നഗരസഭയിലും കോർപ്പറേഷനിലും ഇന്ദിര കൗൺസിലറായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനു പുറമെ ആരോഗ്യം, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷയായിരുന്നു. 56 സീറ്റിൽ 36 നേടിയാണ് UDF കോർപ്പറേഷൻ നിലനിർത്തിയത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ഇന്ദിര മേയർ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. 2015 കണ്ണൂർ കോർപ്പറേഷൻ ആയതു മുതൽ കൗൺസിലറായ ഇന്ദിര തുടർച്ചയായി 3ാം തവണയാണ് ജയിക്കുന്നത്. മുസ്ലിം ലീഗിലെ KP താഹിറിനെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പയ്യന്നൂരിൽ സ്കൂട്ടറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരി എം ഗ്രീഷ്മയാണ് മരിച്ചത്. രാവിലെ ദേശീയപാതയിൽ കണ്ടോത്തായിരുന്നു അപകടം. ചരിത്ര നഗരമായ തലശ്ശേരിയുടെ 64ാം ചെയർമാൻ സ്ഥാനത്തേക്ക് കാരായി ചന്ദ്രശേഖരൻ എത്തുമെന്ന് ഉറപ്പായി. CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ ചന്ദ്രശേഖരൻ ചെള്ളക്കര വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2015 കൗൺസിലറായിരുന്ന ചന്ദ്രശേഖരൻ കുറച്ചുനാൾ നഗരസഭാ അധ്യക്ഷനായിരുന്നു. ഫസൽ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് എറണാകുളം ജില്ല വിട്ടു പോവരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. 32 അംഗ ഇടതുമുന്നണിയിൽ തനിച്ച് 30 സീറ്റുകൾ CPMനുള്ളതിനാൽ മറ്റ് തർക്കങ്ങളൊന്നുമില്ലാതെ ചെയർമാൻ സ്ഥാനത്തേക്ക് കാരായി സുഗമമായി എത്തും. തുടർച്ചയായി 7ാം തവണയാണ് 159 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള തലശ്ശേരി നഗരസഭയുടെ ഭരണസാരഥ്യം CPM ഏറ്റെടുക്കുന്നത്.
ഭരണം കിട്ടിയ ആദ്യ ടേമിൽ PK ആശയായിരുന്നു ചെയർപേഴ്സൺ. തുടർന്ന് KP രവീന്ദ്രൻ, അഡ്വക്കേറ്റ് MV മുഹമ്മദ് സലീം, ആമിന മാളിയേക്കൽ, CK രമേശൻ, KM ജമുന റാണി ടീച്ചർ എന്നിവരും നഗരസഭാധ്യക്ഷന്മാരായിരുന്നു. ഇതിനിടയിൽ ഏതാനും ദിവസം നജ്മ ഹാഷിമും കാരായി ചന്ദ്രശേഖരനും ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നു. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 159 വർഷം പിന്നിടുന്ന തലശ്ശേരി നഗരസഭയുടെ 64ാം നായകനായി കാരായി ചന്ദ്രശേഖരൻ അവരോധിക്കപ്പെടും. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ വേട്ടയാടലുകൾക്ക് വിധേയനായ നേതാവായതുകൊണ്ടുതന്നെ കാരായി ചന്ദ്രശേഖരൻ ചെയർമാനാകുമെന്നതിനെ CPIയും സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. ബസ് ടൈമിംഗ് തർക്കത്തിനിടെ തലശ്ശേരിയിൽ സ്വകാര്യ ബസ് ഉടമ എതിർവശത്തെ ബസ്സിൽ ഇടിച്ച് അപകടം ഉണ്ടാക്കിയതായി പരാതി. അപകട സമയത്ത് ബസ് ഓടിച്ചിരുന്നയാൾ മദ്യപിച്ച നിലയിലായിരുന്നുവെന്നും ആരോപണം. ബസ് ടൈമിംഗ് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അപകടത്തിനിടയാക്കിയത്. 2 ബസ്സുകളുടെ ഡ്രൈവർമാർ തമ്മിലുണ്ടായ വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഒരു ബസിന്റെ ഉടമ തന്നെ ഡ്രൈവർ സീറ്റിൽ കയറി ബസ് ഓടിച്ച് എതിർദിശയിൽ നിന്നെത്തിയ മറ്റൊരു ബസ്സിൽ ഇടിച്ചതായാണ് പരാതി. അപകട സമയത്ത് ബസ് ഓടിച്ചിരുന്നയാൾ മദ്യപിച്ച നിലയിലായിരുന്നു. ഈ ബസ്സിന് സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. അന്നുണ്ടായ അപകടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിച്ചിരുന്നതായും ആരോപണമുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടും അധികാരികൾ നടപടിയൊന്നും എടുത്തില്ലെന്ന പരാതിയും ശക്തമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടും അപകടം വരുത്തിയയാൾക്ക് എതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. തലശ്ശേരി മേഖലയിലെ മൊബൈൽ ഫോൺ റീറ്റെയിൽസ് വ്യാപാരികളുടെ സംഘടനയായ MPRAK ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുന്നു. നഗരസഭാ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് ആരംഭിക്കുന്ന മത്സരം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് കേരള MPRAK തലശ്ശേരി മേഖലാ കമ്മിറ്റി കച്ചവടപരമായ ഐക്യവും നമ്മുടെ സൗഹൃദവും കൂട്ടിയുറപ്പിക്കുക, ബിസിനസ്സിൽ എല്ലാവിധത്തിലും ഒരു ഐക്യം കൂട്ടിയെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് തലശ്ശേരി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2ന്റെ 3ാം വർഷത്തിലെ ടൂർണമെൻ്റാണ് ഈ 20/12/2025 ശനിയാഴ്ച 6 മണിക്ക് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. നിരവധി ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഉദ്ഘാടകനായി എത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ AM ഷംസീർ അവറുകളാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രവർത്തകരും ബിസിനസ്സിലെ അതികായകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ റീറ്റെയിൽ വ്യാപാര മേഖലയിലുള്ള സ്ഥാപന ഉടമകൾ, ജീവനക്കാർ, ടെക്നീഷ്യന്മാർ എന്നിവർ ഉൾപ്പെടുന്ന 6 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. കൂടാതെ മത്സരം കാണാനെത്തുന്ന കാണികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും. MPRAK എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള തലശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3ാമത്തെ ടൂർണമെന്റാണിത്. എല്ലാ വർഷവും നടത്തലുണ്ട്. അതിൽ 3ാമത്തെ ടൂർണമെന്റ് 20-ാം തീയതി നടത്തപ്പെടുകയാണ്. ഇതിൽ നമ്മൾ മൊബൈൽ ഷോപ്പിന്റെ ഓണേഴ്സ്, അതിലുള്ള സ്റ്റാഫുകൾ, അതിലുള്ള ടെക്നീഷ്യന്മാർ, അങ്ങനെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടൂർണമെന്റാണ് നടത്തപ്പെടുന്നത്. വളരെയധികം കായികപരമായിട്ട് പ്രോത്സാഹനം നടത്താൻ വേണ്ടിയും മാത്രമല്ല ഈ ഒരു പ്രതിസന്ധി ഉള്ള സമയത്ത് കുറച്ചുകൂടി കച്ചവടം, ആക്ടിവിറ്റി അങ്ങനെയുള്ള മേഖലയിലേക്കെല്ലാം തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശപരമായിട്ടുള്ള ഒരു മത്സരവും കൂടിയാണ് ഈ ക്രിക്കറ്റ് ടൂർണമെന്റ്. മൊബൈൽ ഫോൺ ചില്ലറ വ്യാപാര രംഗത്തുള്ളവരുടെ ഐക്യവും സൗഹൃദവുമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മത്സരത്തിന്റെ ജേഴ്സി പ്രകാശനവും ഉണ്ടായി. മേഖലാ സെക്രട്ടറി CP അബ്ദുൽ ഖാദർ, പ്രസിഡന്റ് സർഫറാർ ഷെറി, ചെയർമാൻ ഇല്യാസ് ചാത്താടി, കൺവീനർമാരായ അരൾ രാസി, KM അഷ്റഫ്, സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രജനീഷ്, സജ്ജദ് സൈഖോ, സനീർ, ഫിന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവായിരുന്നു CK അശോകനെന്ന് CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ. CK അശോകന്റെ 1ാം ചരമവാർഷികാചരണം ചമ്പാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താഴെ ചമ്പാട് യങ് സ്റ്റാർ ക്ലബിൽ പുതുതായി പണിത CK അശോകൻ സ്മാരക ഹാളും PJ ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കഴിഞ്ഞ വർഷം ഡിസംബർ 17-നാണ് CK അശോകൻ മരിച്ചത്. CK അശോകന്റെ 1ാം ചരമവാർഷികാചരണവും താഴെച്ചമ്പാട് യങ് സ്റ്റാർ ക്ലബിൽ
പുതുതായി പണിത CK അശോകൻ സ്മാരക ഹാളും CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവായിരുന്നു CK അശോകനെന്ന് PJ അനുസ്മരിച്ചു. സന്ദർഭത്തിൽ ഇവിടുത്തെ CPIM പ്രവർത്തകരും യങ്സ്റ്റാർ ക്ലബിൻ്റെ പ്രവർത്തകന്മാരുമെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തിരക്കുകൾക്കുമിടയിലും തീരുമാനിച്ചത് യങ്സ്റ്റാർ ക്ലബിൻ്റെ 1-ാം നിലയിൽ അശോകന്റെ സ്മരണക്കായി ഒരു ഹാൾ നിർമ്മിക്കണം എന്നതാണ്. ആ ഹാൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ഹാളിൻ്റെ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ഞാൻ ആദ്യമായും അറിയിക്കുകയാണ്. സഖാവ് അശോകന്റെ വേർപാടിന് ഒരു വർഷമാണ് ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അശോകന്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒക്കെ കൃത്യമായി അറിയുന്നവരാണ്. മാത്രമല്ല, അശോകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയുമാണ്. അശോകന്റെ വേർപാടറിഞ്ഞ് നമ്മളെല്ലാം വളരെ ദുഃഖത്തോടുകൂടി ഇവിടെ വന്നപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനക്കൂട്ടം അശോകൻ എന്ന ഒരു പൊതുപ്രവർത്തകനെ ഈ നാട് എങ്ങനെയാണ് നെഞ്ഞിലേറ്റിയത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായിരുന്നു. അശോകനെ വ്യക്തിപരമായിട്ട് കണ്ട ഓർമ്മ DYFIയുടെ ഒരു പ്രവർത്തകനായി കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ള ഒരു പ്രചരണ ജാഥയുടെ സന്ദർഭത്തിലാണ്. അന്ന് അശോകൻ ഒരു പഞ്ചാബിയുടെ വേഷത്തിൽ പഞ്ചാബി കലാപരിപാടി അവതരിപ്പിക്കുന്ന സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നീട് വിവിധ രംഗങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഇടപെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം പോലെ അങ്ങേറ്റം പുഞ്ചിരിയോടുകൂടി ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുക എന്ന ഒരു പൊതുപ്രവർത്തകന്റെ നല്ല സ്വഭാവത്തെയാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അനുഭവമായിരിക്കും. യങ്സ്റ്റാർ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം KK മോഹനന്റെ ഫോട്ടോ അനാച്ഛാദനം E വിജയൻ മാസ്റ്റർ നിർവഹിച്ചു. CPM ചെമ്പാട് ലോക്കൽ സെക്രട്ടറി K ജയരാജൻ അധ്യക്ഷത വഹിച്ചു. നാസർ കോളായി മുഖ്യപ്രഭാഷണം നടത്തി. P ഹരീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. K കുഞ്ഞബ്ദുള്ള, A ശൈലജ, P പ്രസന്ന എന്നിവർ സംബന്ധിച്ചു. C മനോജ് സ്വാഗതവും KN ലോജിഷ് നന്ദിയും പറഞ്ഞു. കരാറുകാരൻ V അബ്ദുൽ സലാമിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CKയുടെ ജീവിത ഏടുകൾ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. ജനഹൃദയങ്ങളിൽ ഇന്നും സ്നേഹസ്തംഭമായി നിലകൊള്ളുന്ന മുൻ മന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന PR-ന്റെ 25-ാം ചരമവാർഷികാചരണത്തിന് പുത്തൂരിൽ തുടക്കമായി. പുത്തൂരിലെ സ്മൃതിമണ്ഡപത്തിൽ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രവർത്തകരുമായ K കുമാരൻ ജ്യോതി തെളിയിച്ചതോടെയാണ് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രവർത്തകരുമായ K കുമാരൻ ജ്യോതി തെളിയിച്ചതോടെയാണ് PR-ന്റെ 25-ാം ചരമവാർഷികാചരണത്തിന് തുടക്കമായത്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ
സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് മനേത്ത് ചന്ദ്രൻ, കെ പി മോഹനൻ MLA, ഉഷ രേരോത്ത്, കെ റൂസി മാസ്റ്റർ, TV ഇബ്രാഹിം, CK ദാമോദരൻ, പന്നിന്നൂർ രാമചന്ദ്രൻ, മനോജ് കുമാർ, കല്യാട്ട് പ്രേമൻ, കരുവാങ്ങണ്ടി ബാലൻ, N ധനഞ്ജയൻ, TP അനന്തൻ മാസ്റ്റർ, ജയചന്ദ്രൻ കരിയാട്, ഹരീഷ് കടവത്തൂർ, KP റിനിൽ, M ശ്രീജ, ചന്ദ്രിക പതിയൻ്റവട, ചീളി ശോഭ, സജീന്ദ്രൻ പാലത്തായി, MK രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന PR അരങ്ങിൽ ശ്രീധരൻ, കുഞ്ഞിരാമക്കുറുപ്പ്, ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം രാഷ്ട്രീയ ജനതാദൾ ദേശീയ സമിതി അംഗം മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചില തിരിച്ചടികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവസാനത്തെ കണക്ക് ഈ നിയമസഭാടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടുകൾ കണക്കുകൂട്ടിയാൽ 60 മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDF ലീഡ് ചെയ്യുകയാണ്. 10 മണ്ഡലങ്ങൾ 1500 താഴെ വോട്ടിനാണ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത നിയമസഭയിൽ ഒട്ടാകെ വാരിപ്പോകും എന്ന്, നഷ്ടപ്പെട്ടു പോകുമെന്ന ധാരണ ആർക്കും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ, പാർലമെന്റ് പാറ്റേൺ വേറെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ. ചില വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരിക്കാം, ചിലപ്പോൾ ഭരണകൂടത്തിനെതിരായിരിക്കാം, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പാർട്ടിയുടെ ശൈലി ഉയർത്തി, നമ്മുടെ പാർട്ടിയല്ല CPMന്റെ പാർട്ടി ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള ചില വികാരങ്ങളായിരിക്കാം. ഏതായാലും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നമ്മൾ അടക്കം പങ്കാളിത്തം വഹിക്കുന്ന ആ മുന്നണിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകണം. ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ പത്രപ്രസ്ഥാനങ്ങൾ വരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മുന്നണിയിൽ തന്നെ തുടരുമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ചില ആശങ്കകൾ, ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ പരാജയപ്പെടുത്തി ഇതിന് മറ്റൊരു ചർച്ചകൾക്ക് നമ്മൾ പോവേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ കാരണം. സംഘാടക സമിതി ചെയർമാൻ PK പ്രവീൺ അധ്യക്ഷനായി. KP മോഹനൻ MLA, RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, KP ചന്ദ്രൻ മാസ്റ്റർ, KP പ്രശാന്ത്, രവീന്ദ്രൻ കുന്നോത്ത്, TP അബൂബക്കർ ഹാജി, OP ഷീജ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ P ദിനേശൻ സ്വാഗതവും O മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രഭാതപേരി മുഴക്കി പതാക ദിനമായി ആചരിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ PR-നെ അനുസ്മരിച്ചുകൊണ്ട് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി 100 സോഷ്യലിസ്റ്റ് കുടുംബസംഗമങ്ങൾ നടക്കും. ഡിസംബർ 26-ന് രാവിലെ 9 മണി മുതൽ PR സ്മാരക സ്വർണ്ണ മെഡലിനായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വാട്ടർ കളർ ഇനത്തിൽ നഴ്സറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ആദ്യ 3 സ്ഥാനം നേടുന്ന ചിത്രങ്ങൾക്ക് സ്വർണ്ണ മെഡൽ നൽകും. ഓരോ വിഭാഗത്തിലും മികച്ച 10 ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും മത്സരത്തിലെ മികച്ച ചിത്രത്തിന് കാർത്തികേയൻ സ്മാരക പുരസ്കാരവും നൽകും. ചെസ് ടൂർണമെന്റ്, ബാലരംഗം, കലാസാഹിത്യമേള, മഹിളാ സംഗമം, കലാമേള എന്നിവയും നടക്കും. തെരുവോര ചിത്രരചന, തൊഴിലാളി വിദ്യാർത്ഥി സഹകാരി സംഗമങ്ങൾ, സ്മൃതിയാത്ര എന്നീ പരിപാടികളും ഉണ്ടാകും. PR-ന്റെ 25ാം ചരമവാർഷിക ദിനമായ ജനുവരി 17-ന് രാവിലെ 9-ന് പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും. വൈകിട്ട് 3 മണിക്ക് പാനൂരിൽ മഹിളാ സംഗമവും നടക്കും. തുടർന്ന് അനുസ്മരണ റാലിയും നടക്കും. പൊതുസമ്മേളനത്തിൽ RJD ദേശീയ സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി AVK നായർ റോഡിന്റെ നിർമ്മാണ ജോലി അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ AVK നായർ റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി P. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി AVK നായർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ AVK നായർ റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നഗരസഭയുടെ ചെയർമാൻ യമുന റാണി ടീച്ചറും സെക്രട്ടറിയും യൂണിയന്റെ ഭാരവാഹികൾക്ക് നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നു. പക്ഷേ ഒരു മാസം പോയി ഏതാണ്ട് 2 മാസം പിന്നിടുകയാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പ്രത്യേക ഡിപ്ലോമ കരസ്ഥമാക്കിയ ആളുകളാണ് തലശ്ശേരിയിൽ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിൻ്റെ തുടർച്ച തന്നെയായിരിക്കും നാളെ വരാൻ പോകുന്ന LDFന്റെ നഗരസഭ എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊള്ളയായ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, എല്ലാവരോടും കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. കാര്യം നേടിയതിന് ശേഷം പാലം കടക്കുവോളം നാരായണ പിന്നെ പൂരായണ എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞകാല അനുഭവങ്ങളുണ്ടായത്. യൂണിയൻ ജനറൽ സെക്രട്ടറി NK രാജീവ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ PV രാധാകൃഷ്ണൻ, ജതീന്ദ്രൻ കുന്നോത്ത്, യൂണിയൻ നേതാക്കളായ N അജിത്, P ബാബു, TA രാംദാസ്, K സന്തോഷ്, NB പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഇൻഷുറൻസ് മേഖല പൂർണ്ണമായും വിദേശ കുത്തക കമ്പനികൾക്ക് തുറന്നുകൊടുക്കുന്ന ഇൻഷുറൻസ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും പ്രതിഷേധിച്ചു.
തലശ്ശേരി ചിറക്കര LIC ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കടന്നുവരാൻ ഷെയർ കൊടുക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് M. അനിൽകുമാർ, P. അശോകൻ, VK വിനോദൻ, PN സുധാകരൻ, PV രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. ഇൻഷുറൻസ് മേഖല പൂർണ്ണമായും വിദേശ കുത്തക കമ്പനികൾക്ക് തുറന്നുകൊടുക്കുന്ന ഇൻഷുറൻസ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും പ്രതിഷേധിച്ചു. ചിറക്കര LIC ബ്രാഞ്ച് 2 മുന്നിൽ നടന്ന പ്രതിഷേധം LIC AOI സോണൽ ജനറൽ സെക്രട്ടറി PN സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇൻഷുറൻസ് ഭേദഗതി ബിൽ പിൻവലിക്കുക. LIC ബ്രാഞ്ച് 2 നടന്ന പ്രതിഷേധ ദിനാചരണ പരിപാടി LIC AOI സോണൽ ജനറൽ സെക്രട്ടറി PN സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള LICയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ നിരന്തരമായിട്ട് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ബില്ല് 100% വിദേശ നിക്ഷേപം ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമെടുത്ത് തെറ്റാണ്. ആ ബില്ല് പിൻവലിച്ചുകൊണ്ട് ജനങ്ങളുടെയും അതുപോലെ തന്നെ രാജ്യത്തെ പോളിസി ഉടമകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഏജന്റുമാരെ സംരക്ഷിക്കുക. 14 ലക്ഷത്തിലധികം വരുന്ന LIC ഏജന്റുമാർ, അവരിപ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ അവരുടെ ബിസിനസ് ഇല്ല, അവർക്ക് വരുമാനമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് LICയുടെ ബിസിനസ് കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്? കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ്. LIC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളല്ല ഇവിടെ സ്വീകരിക്കുന്നത്, മറിച്ച് LICയെ തകർക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് CV സൂരജ് അധ്യക്ഷത വഹിച്ചു. K. സതീശൻ, KV അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായി ശില്പശാല സംഘടിപ്പിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനുമായ KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായി ശില്പശാല സംഘടിപ്പിച്ചത്. തലശ്ശേരി പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനുമായ KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം 7 വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കേസാണ് കുറ്റകൃത്യമാണ്. ആ പ്രതിയെ സാധാരണ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. പക്ഷെ അതും പറഞ്ഞ് നാട്ടുകാരുടെ ചെന്നാൽ നാട്ടുകാർ സ്വീകരിക്കില്ല. അവിടെ പ്രക്ഷോഭം ഉണ്ടാവും, ഗവൺമെൻറ് സമ്മർദ്ദം ഉണ്ടാവും. നിങ്ങൾ നിർബന്ധിതമായി പോലീസ് ഒരു കാര്യങ്ങൾ വിളിച്ച് കോടതി കൊണ്ടുവന്ന ആ പ്രക്ഷോഭം നിർബന്ധിത ചെയ്യുന്നു. അപ്പോൾ പ്രത്യേക കാരണങ്ങളില്ലാതെ, റീസണില്ലാതെ അത്തരം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മുടെ പറയുന്നത്. പക്ഷേ നമ്മൾ പോലീസ് ചില സാഹചര്യങ്ങളിൽ സമ്മർദ്ദം, പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമുക്ക് കാണാവുന്ന ചില സംഭവങ്ങൾ, ചിലപ്പോൾ നമ്മൾ തമാശ തോന്നാൻ ചെയ്തു വരാൻ ചില ആളുകൾ ആ കേസുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾ, കേസുമായി ബന്ധമുള്ള പുറത്തേക്ക് കിടന്നു, കേസുമായി ബന്ധമില്ലാത്ത ജയിലിൽ കിടന്നു. ഞാൻ പല സംഭവങ്ങൾ വായിച്ചാൽ അറിയാവുന്നു. അപ്പോൾ ബെയിൽസ് നമ്മൾ ജയിലിൻ്റെ എക്സെപ്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കി പറയാൻ പറ്റും, നമ്മളൊരു കുറ്റം ചെയ്തിട്ടില്ല, നമ്മളൊരു തെറ്റ് ചെയ്യാത്തവരാണ്. നമ്മളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളില്ല ചെയ്തിട്ടുണ്ടാവും. ചിലത് നിയമപരമായിട്ടുള്ള ശിക്ഷ അറിയിക്കുന്ന കൃത്യമാകില്ല, ചിലതങ്ങനെ ആണെങ്കിൽ തന്നെ അത് പുറത്തേക്ക് വരില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ കുറ്റം ചെയ്തുകൊണ്ട് മാത്രം ഇത് ഒഫൻസ് നാമം ചെയ്തു, ഞാൻ നിർബന്ധിച്ചാണ് ജയിലിൽ വന്നേക്കുന്നതുണ്ടോ ഇല്ലയോ. അപ്പം എല്ലാ കേസുകളിലും അങ്ങനെ ജയിലിൽ പറഞ്ഞു വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ
പ്രൊബേഷൻ പ്രദേശ ആക്ട് പ്രകാരം 2 വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യത്തിൽ കഴിയുന്നത് വേണം വാൺ ചെയ്ത് വിടാനാണ് പറയുന്നത്. ജയിലിലേക്ക് അയക്കാം, അയാളത് ആവർത്തിക്കരുത് എന്ന് വിടാം. അതിൽ കൂടുതലാണെങ്കിൽ കഴിയുന്നത് നല്ല നടപ്പല്ലുണ്ട്. നമ്മുടെ സിസ്റ്റം നമ്മുടെ ശിക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരാളെ നശിപ്പിക്കുക എന്നാണ് റിഫോം ചെയ്യാറുള്ളതാണ്. ജയിലിന്റെ പേര് കറക്ഷൻ ഫോമാണ്. ജില്ലാ കോടതി ബൈസെന്റിനറി ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു അധ്യക്ഷനായി. തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് പി ബി കിരൺ മുഖ്യാതിഥിയായി. ഇവര് ചിലപ്പോൾ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ നന്നാകും. പുള്ളിയുടെ ആ സാഹചര്യം അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ അത് പുള്ളി ചിന്തിച്ചൊരു രീതി അതുകൊണ്ടായിരിക്കാം ഈ കുറ്റകൃത്യം ചെയ്ത് നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇവരെങ്ങനെ ഒരു അവസരം എനിക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മറുപക്ഷം നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കുറ്റം ചെയ്ത ഒരാളെ നമ്മളൊരു അവസരം കൊടുത്താൽ അവന്റെ മനസ്സിൽ വരുന്നത് ഇനിയും ഞാൻ ഈ കുറ്റം ചെയ്താൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതല്ലെങ്കിൽ സമൂഹത്തിന് പോകുന്നൊരു സന്ദേശം, ഈ കുറ്റം ചെയ്താൽ പോലീസ് കണ്ണടയ്ക്കുമല്ലേ, വേറെ ഒന്നുമില്ല, കേസില്ല, ഇതിന് ഭവിഷ്യത്തുകളില്ല എന്നൊക്കെയുള്ളൊരു സന്ദേശം എന്തൊക്കെയാണ്. ഇതിന്റെ വേറൊരു വശവും കൂടി ഉള്ളത്, ഈ 2 ഡിലമയും കൂടി വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ യൂഷ്വലി സേഫായിട്ട് കേസെടുക്കും, പ്രോപ്പറായി മാക്സിമം ചെയ്യാവുന്ന ലീഗൽ പ്രൊസീജിയർ ചെയ്യും, അവനെ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും, ജയിലിൽ പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന പരിചയപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ഹാർഡ് കോർ ക്രിമിനൽസ് ആയിരിക്കും. അവർ പതുക്കെ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ട് ഇവരെ കൊണ്ടുപോകും. പ്രൊബേഷനും മറ്റ് സാമൂഹ്യ പ്രതിരോധ മാർഗങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ ഇടപെടലുകളും എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു, നേർവഴി പദ്ധതിയും പ്രൊബേഷൻ പുനരധിവാസ പദ്ധതികളും എന്ന വിഷയത്തിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ കെ ഷുഹൈബ് എന്നിവരും ക്ലാസ് എടുത്തു. കണ്ണൂർ റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി വിൻസെന്റ് ജോസഫ്, വിമുക്തി മാനേജർ അരുൺ ദാമോദരൻ, DLSA സെഷൻ ഓഫീസർ പി വി സനൽകുമാർ, പ്രൊബേഷൻ അസിസ്റ്റന്റ് കെ ജ്യോതി എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്, ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം, ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ പങ്കാളിത്ത നിരക്ക് 100% ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ തലശ്ശേരി LIC ബ്രാഞ്ച് 1 പ്രതിഷേധം സംഘടിപ്പിച്ചു. ജീവനക്കാരുടെയും ഏജന്റുമാരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. പൊതുമേഖലയിലെ ഇൻഷുറൻസിനെ തകർക്കാനായി ലക്ഷ്യം വെച്ച് വിദേശ കുത്തക കമ്പനികൾക്ക് കടിച്ചു കൊടുത്തു വളരാനായി ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ പങ്കാളിത്ത നിരക്ക് 100% ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ LIC തലശ്ശേരി ബ്രാഞ്ച് 1 ജീവനക്കാരും ഏജന്റുമാരും സംയുക്തമായി പ്രതിഷേധിച്ചു. വിജയകുമാർ, രജില, LIC എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹി PK ലേഖ, T സഞ്ജീവ് കുമാർ, ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളായ V രമേശൻ, ജിഷ എന്നിവർ നേതൃത്വം നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ തകർത്തുകൊണ്ട് വിദേശ കുത്തക ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ വാഴിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണുള്ളത്. അമേരിക്കയിൽ പൊട്ടിപ്പൊളിഞ്ഞുപോയ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അവിടെ ജനക്ഷേമകരമെന്നോ ഒന്നും തന്നെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഇൻഷുറൻസ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന സന്ദേശമാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ള ഇൻഷുറൻസ് വിപണനം നടത്താനെന്ന പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടി വൻകിട വിദേശ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തലശ്ശേരി തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററിന്റെ നേതൃത്വത്തിൽ സായ് സെന്ററിൽ സ്പോർട്സ് ഇഞ്ചുറി റിക്കവറി ആൻഡ് അത്ലറ്റിക് റീഹാബിലിറ്റേഷൻ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഫിസിയോ ന്യൂറോ റീഹാബ് സെന്റർ പ്രസിഡന്റ് അസ്ലം മെഡിനോവ ഉദ്ഘാടനം നിർവഹിച്ചു. തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് തലശ്ശേരി സായ് സെന്ററിൽ സ്പോർട്സ് ഇഞ്ചുറി റിക്കവറി ആൻഡ് അത്ലറ്റിക് റീഹാബിലിറ്റേഷൻ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഫിസിയോ ന്യൂറോ റീഹാബ് സെന്റർ പ്രസിഡന്റ് അസ്ലം മെഡിനോവ ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷത്തോടും ഏറെ ഉത്സാഹത്തോടുകൂടിയാണ് ഒരു പരിപാടി ആവശ്യം. വളരെ ആവശ്യമായ തീർത്തും നമ്മുടെ വടക്കൻ കേരളത്തിൽ ശാസ്ത്രീയമായി പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു ക്ലാസ് ആവശ്യമുള്ള ക്ലാസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തന്നെ സ്ഥാപനമായ നമ്മുടെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന ട്രെയിനിങ് സ്പെയിനിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്ലാസ്സാണ്. സായ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ അരുൺ ദേവ് അധ്യക്ഷനായി. പ്രോഗ്രാം ചെയർമാൻ മുഹമ്മദ് ഷെരീഫ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ബ്രെയിൻ ആൻഡ് സ്പൈൻ ഡോക്ടർമാരായ ഡോക്ടർ ജിയോ സെബാസ്റ്റ്യൻ, ഡോക്ടർ ഇജാസ് പിള്ളൈ എന്നിവരും ഫിസിയോ ന്യൂറോ റീഹാബ് സെന്റർ ഫിസിയോതെറാപ്പിസ്റ്റ് ആഷിഖ് അഷ്റഫ് എന്നിവരും വിവിധ ഇഞ്ചുറികളെക്കുറിച്ചും അതിന്റെ റീഹാബിലിറ്റേഷനെക്കുറിച്ചും കായിക താരങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഇഞ്ചുറി പ്രിവെൻഷൻ, ഇഞ്ചുറി ഇല്ലാതെ നിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈമും സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ മണിയും സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇഞ്ചുറി ആയി, അതിന് കുറേ ഗവൺമെൻറ് സെൻറ്റേഴ്സിൽ എന്തൊക്കെ ഓൾറെഡി ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പോകുമ്പോൾ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് പോകും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത്
നിങ്ങൾ മേജറായിട്ടുള്ള ഇവൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫൈനൽസിന് മുമ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഞ്ചുറി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താവും, നിങ്ങൾ ആ ഫൈനൽ സെഷനൊക്കെ പോകും. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസിലോട് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഞ്ചുറി പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. പ്രോഗ്രാം ജനറൽ കൺവീനർ മഹബൂബ് പാച്ചൻ, ഫിസിയോ ന്യൂറോ റീഹാബ് സെന്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TC നൌഷാദ്, KM അഷ്റഫ്, അൻവർ, അസീസ്, ഓഫീസ് അഡ്മിൻ മസ്ന, മറ്റ് ഫിസിയോതെറാപ്പിസ്റ്റുകളായ പൂജ, ഋതിക, ആയിഷ, അത്ലറ്റിക് കോച്ച് ലിജു വിജയൻ, ജിംനാസ്റ്റിക് കോച്ച് രാജ റോയ്, ജിംനാസ്റ്റിക് കോച്ച് ധരംവീർ, റെസ്ലിംഗ് കോച്ച് വൈഷ്ണവി യാദവ്, വോളിബോൾ കോച്ച് ജീവനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നാട്ടുവർത്താനത്തിന്റെ 61ാമത്തെ ആഴ്ച വയോജനങ്ങൾ തങ്ങളുടെ പഴയകാല തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. മെഗാഫോണിൽ പ്രചരണം നടത്തിയതും കക്കനൂറ്റി ചുമരടിച്ച് ചിഹ്നം വരച്ച് പ്രചരണം നടത്തിയതും അടക്കമുള്ള പഴയ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ വയോജനങ്ങൾ പങ്കുവച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നാട്ടുവർത്താനത്തിന്റെ 61ാമത്തെ ആഴ്ച വയോജനങ്ങൾ തങ്ങളുടെ പഴയകാല തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശാന്തൻ പഞ്ചായത്തിൽ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് അവിടെ ഞാനിങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന മാത്രമേ നിങ്ങൾ ഫസ്റ്റിൽ എത്ര വോട്ടിങ്ങൾ എനിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു. ഒലച്ചക്ക് പോയി ഓലന്ന് ജയിക്കുകയും ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം K സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി ഏഴുകടലോടി വന്ന പട്ട് പച്ചോലപ്പാട്ട് VK രേവതി കൊച്ചുമകളുടെ പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായി വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, വായനശാല ഭാരവാഹികളായ KP രാമകൃഷ്ണൻ, KK സനൽകുമാർ, E രാജൻ, MM ശശികുമാർ എന്നിവർ സംസാരിച്ചു. മഞ്ഞപ്പെട്ടി നിറക്കാൻ നോക്കേണ്ട ഇനിമേൽ, അത് പട്ടിണി ഞെക്കി കൊല്ലുമ്പോൾ ചെറുകുട്ടികൾ പൊട്ടിക്കരയുമ്പോൾ ഒരു നോട്ടിനു വേണ്ടി വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാരാകേണ്ട പടികേറേണ്ട നില പാട്ടുണ്ട്. പിന്നെ വേറെ ഒരു പാട്ടും കൂടിയിട്ട്, ഇത് ശരിയോ കോൺഗ്രസ്, ഇത് ശരിയോ സർക്കാര്, പൊന്നു കോൺഗ്രസ് പറയുന്നു നമ്മൾ നാട്ടുകാർ ഒന്നടങ്കമായി. എരഞ്ഞോളി ചുങ്കത്തെ പനക്കാടൻ മലയൻകാവിൽ 4 ദിവസങ്ങളായി നടന്നുവന്ന തിറമഹോത്സവം സമാപിച്ചു. തിറമഹോത്സവത്തിൽ നിരവധി പേർ പങ്കാളികളായി. എരഞ്ഞോളി ചുങ്കത്തെ പനക്കാടൻ മലയൻകാവിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന തിറമഹോത്സവം സമാപിച്ചു. ഗുളികൻ, ശാസ്തപ്പൻ, ഗണ്ടാകർണൻ, വസൂരിമാല, കൈതച്ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി കെട്ടിയാടിയത്. പ്രസാദ സദ്യയും ഉണ്ടായി. തിറമഹോത്സവത്തിൽ നിരവധി പേർ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് P ഇന്ദിര മേയറാകും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പയ്യന്നൂരിൽ സ്കൂട്ടറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചൊരു മരണം. മരിച്ചത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരി M ഗ്രീഷ്മ. ചരിത്ര നഗരമായ തലശ്ശേരിയുടെ 64ാം ചെയർമാൻ സ്ഥാനത്തേക്ക് കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ ചന്ദ്രശേഖരൻ ചെള്ളക്കര വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.